ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴയ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഇതുപോലൊരു അടിപൊളി കിടിലം ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതായത് ചെമ്പിനെയും വെല്ലുന്നത്, ഒറിജിനലിനെ പോലും വെല്ലുന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉരുളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ കാതുകളൊക്കെ പണിഞ്ഞിട്ട് നല്ല സെറ്റപ്പായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു ബോൺസായിയുടെ ചെടി, അതായത് ഒരു ചെടി കൊണ്ട് ബോൺസായി മരവും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ള് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബോൺസായി മരവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു 20 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് 2 ഭാഗങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. മുകളിലുള്ള ഇതുപോലുള്ള വെട്ട് വരുന്ന ഭാഗവും ഇതുപോലെ താഴെയുള്ള ഇതുപോലെ വെട്ട് വരുന്ന ഭാഗവും രണ്ടും ആക്സാ ബ്ലേഡ് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 ഭാഗങ്ങൾ നമ്മൾ താഴെയും മുകളിലും കട്ട് ചെയ്ത് നടുഭാഗം നമുക്ക് ഒഴിവാക്കാം, അത് ആവശ്യമില്ല. അതുപോലെ 2 ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ വായുവട്ടം വെച്ച് ഇതുപോലെ കമത്തി വെച്ചതിന് ശേഷം വായുവട്ടം വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പെന്ന് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് സ്കെച്ച് കൊണ്ടോ പെന്ന് കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക ഇതുപോലെ അതിൻ്റെ വായുവട്ടത്തിനനുസരിച്ച്. പിന്നെ നമുക്കൊരു കമ്പിയോ സ്ക്രൂ ഡ്രൈവറോ ചൂടാക്കിയതിന് ശേഷം ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി നമുക്ക് ഹോളിട്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചൂടാക്കി ഒന്ന് മുറിച്ച് മാറ്റിക്കളയാം. ഒരു ഹോളിന് വേണ്ടിയാണ്, വായ്ത്തലകത്തേക്ക് കയറ്റി വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഉരുളിയുടെ ഷേപ്പാണ് പണിയുന്നത്. ഇപ്പോൾ സസ്പെൻസ് ഇല്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ്. അപ്പം ഇതിന് ശേഷം നമുക്കിതുപോലെ പിന്നെ MC വെച്ച് അകത്തേക്ക് വെച്ചുകൊണ്ട്, അപ്പോൾ നമ്മൾ ഇത് ഹോളിടുമ്പോൾ കുറച്ച് അല്പം വലുതാക്കി ഇടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിനെ ഉള്ളിൽ MC വെച്ചതിന് ശേഷം ഇതുപോലെ കമിഴ്ത്തി വെച്ച് അതിലേക്ക് അകത്തേക്ക് വായത്തിലിറക്കി വെച്ചിട്ട് അകത്തും പുറത്തും നല്ലതുപോലെ തേച്ചെടുക്കുക. ശേഷം നമുക്ക് ഒന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കാം. ഇതുപോലെ ചരിച്ച് വെക്കുക. ഉണങ്ങാനായിട്ട് ചരിച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങി കിട്ടുമ്പോൾ എടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി ചരിച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കുപ്പി കൂടി എടുക്കാം. ചെറിയ കുപ്പി എടുത്ത് 10 രൂപയുടെ ജ്യൂസൊക്കെ വരുന്ന കുപ്പിയാണ്. അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം മധ്യഭാഗം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 2 കുപ്പികൾ ഇതുപോലെ എടുത്തിട്ട് മധ്യഭാഗം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കുറുക്കിനും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഷീറ്റാക്കി എടുക്കുക. ഷീറ്റാക്കി എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കണം. അതിനാണ് അപ്പോൾ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും, പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 കുപ്പിയുടെ ഭാഗങ്ങൾ നടുഭാഗം മധ്യഭാഗം നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം നല്ല ഷേപ്പായിട്ട് മുറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തൊരു ഷീറ്റായിട്ട് പിന്നെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ 2 പീസുകളാണ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച അതിനകത്ത് ഒരു കാത് പണിയുന്നതിന്, ഉരുളിയുടെ 2 കാതുകൾ പണിയുന്നതിന് വേണ്ടിയാണ്. അത് വെച്ചതിന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നൈഫ് കൊണ്ട് ബ്ലേഡ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഹോളാക്കി എടുക്കാം. ഇതുപോലെ ഹോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ കുപ്പിയുടെ മധ്യഭാഗം ഉണ്ടല്ലോ, ഷീറ്റാക്കി എടുത്ത് അത് ഉള്ളിലേക്ക് കയറ്റി, അതായത് ഇതുപോലെ അതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി ചുരുട്ടിയെടുത്ത് വീണ്ടും ഒന്നുകൂടി അകത്തേക്ക് കയറ്റുക. ഇതുപോലെ അകത്തേക്ക് കയറ്റി നമ്മൾ ഹോളിടുമ്പോൾ അത് കണക്കാക്കി തന്നെ ഹോളിടേണ്ട. അതായത് ഒരു നൈഫ് കൊണ്ട് കറക്റ്റ് ഹോളിട്ടാൽ മതിയാകും, അകത്തേക്ക് കയറി പൊയ്ക്കോളും. അപ്പോൾ ഇതുപോലെ 2 ചുരുട്ടിയെടുത്ത് വീണ്ടും ഒന്നുകൂടി അകത്തേക്ക് കയറ്റി വെച്ച് പിന്നെ ഗമ്മൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ 2 ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഉരുളിയുടെ കാത് മോഡലിലാണ് പണിയുന്നത്. പിന്നെ അതിൽ നമുക്ക് അതിനകത്തൊരു വളയൊക്കെ പണിഞ്ഞിടുന്നുണ്ട്, അത് വളരെ ഈസി ആയിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 കാതുകൾ നമ്മൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉരുളിയുടെ ഒരു ഷേപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഇതുപോലുള്ള വൈറ്റ് സിമെൻറ്റ് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു പരുവത്തിന് ഇതുപോലൊരു നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്ന, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തെ കുഴച്ചെടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ കമത്തി വയ്ക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് അത് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉരുളിയുടെ ഒരു വക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അഗ്രഭാഗം, അതുപോലെ ആക്കി നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ കുറച്ചായിട്ട് തേച്ചെടുക്കുക. 4 ചുറ്റിനും നമ്മൾ തേച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കാത് പണിഞ്ഞ ഭാഗത്തും അകത്തേക്ക് കൂടി നമ്മളകത്തേക്ക് വിരൽ കയറ്റി കുറച്ചുകൂടി ചെയ്തെടുക്കുന്നുണ്ട്. അല്ല, അകത്തേക്ക് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഉരുളിയുടെ ഒരു അഗ്രഭാഗം വരുന്ന ആകൃതിയിൽ നമ്മൾ ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് കുഴിച്ചെടുത്ത് 4 ഭാഗത്ത് നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഇടയ്ക്ക് അല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പിന്നെ അധികമുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ വാട്ടർ പേപ്പർ കൊണ്ടൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. അതുപോലെ ആക്സാ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ കൂടുതലുള്ള ഭാഗം, അകത്തേക്ക് കയറി പോകുന്ന ഭാഗമൊക്കെ നമ്മളിതുപോലെ വൃത്തിയാക്കി ഉരച്ച് നല്ലതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. പിന്നീട് 80ൻ്റെ ഒരു വാട്ടർ പേപ്പർ കൊണ്ടാണ് ഇത് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അത് തേച്ച് ഇതാണ്ട് ഇതുപോലെ 80ൻ്റെ വാട്ടർ പേപ്പറാണ്. ഇതുപോലെ ഉരച്ച് നല്ലതുപോലെ വൃത്തിയാക്കി ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം നനച്ച് നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും നമുക്ക് വെള്ളം നനയ്ക്കാതെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. ഇത് ക്യാപ്പ് എടുത്തതിന് ശേഷം കുറച്ച് ഗമ്മ് തേക്കുക.
വുഡ് ഫില്ലിൻ്റെ ഗമ്മാണ് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഹോളൊന്ന് അടച്ചെടുക്കുക. അതായത് കുപ്പിയുടെ വായത്തിലയുടെ ഹോളുണ്ടല്ലോ, വേണമെങ്കിൽ അടച്ചാൽ മതി. അടച്ചാൽ നമുക്കൊരു ഉപകാരമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആമ്പലൊക്കെ ഇട്ട് വെക്കാനും അല്ലെങ്കിൽ പിന്നെ കളർ മത്സ്യങ്ങളൊക്കെ ഇട്ട് വെക്കാനും നല്ലതാണ്. വേണമെങ്കിൽ അത് ചെയ്യാം. നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നിറച്ച് വെക്കാവുന്നതാണ്. ആ ഗ്യാപ്പ് ഇതുപോലെ നല്ലപോലെ അമർത്തി താഴ്ത്തി വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഗമ്മ് നമുക്ക് 4 ചുറ്റിനും ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നീട് നമുക്കൊരു ആക്രിലിക് പെയിൻ്റാണ് ഇതിന് ചെയ്യുന്നത്. അതായത് ഗോൾഡ് കളർ സിൽവർ കളറും കൂടെ ചേർന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ 20 രൂപയ്ക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു പെയിൻ്റാണിത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിനകത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പൈപ്പ്, അതായത് നമ്മൾ ഈ മേശിരി കൽപ്പണിക്കാരൊക്കെ വാട്ടർ ലെവലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൈപ്പാണ്. അപ്പോൾ ഇതൊരു 6 ഇഞ്ച് 7 ഇഞ്ച് വലിപ്പത്തിൽ 1-2 പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റും. അല്പം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഒന്നിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെക്കുന്നതിന് വേണ്ടിയാണ് വളച്ചിട്ട് കണ്ട ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പെയിൻറ്റ് തന്നെ ഇതിനകത്ത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെമ്പ് കമ്പിയുടെ ആകൃതി ഇതിന് കിട്ടുന്നതാണ്. ഒറിജിനൽ പോലും വരുന്നൊരു ചെമ്പ് കമ്പിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കാതിലൂടി നമുക്ക് അകത്തേക്ക് കയറ്റി വളച്ചെടുത്ത് നമുക്ക് ഒരു അഗ്രഭാഗം നമ്മൾ കട്ട് ചെയ്തല്ലോ, അത് മറ്റേ അഗ്രഭാഗത്തേക്ക് കയറ്റി വെക്കാം. രണ്ട് ഇതുപോലെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടെല്ലാം കാണാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടി ഒന്ന് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കയറ്റി ഒന്ന് കറക്കിയെടുത്ത് അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഒരു ടേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും. എന്നാലും നമ്മളൊരു വിശ്വാസത്തിന് വേണ്ടി ഒരു ടേപ്പ് കൂടി ചെറുതായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പാണ് ഒട്ടിക്കുന്നത്. അതുപോലുള്ള വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പ് ആയാലും ഒട്ടിച്ചാലും മതി. കാരണം നിങ്ങൾ ഒട്ടിക്കുന്ന ഭാഗം നമ്മൾ അകത്തേക്ക് കറക്കി കയറ്റി വെക്കുന്നുണ്ട് കാതിൻ്റെ അകത്തേക്ക്, അതുകൊണ്ട് പുറത്തേക്ക് അത് കാണത്തില്ല. അപ്പോൾ അത് അകത്തേക്ക് കയറ്റി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നല്ല ഒരു ചെമ്പിൻ്റെ ഒരു വളയം പോലെ തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇത് നേരിൽ കണ്ടവരൊക്കെ ചോദിച്ച് ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടാൽ എല്ലാവർക്കും ഒറിജിനലായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ചെയ്തെടുത്ത് നിസ്സാരമായിട്ട് 100 രൂപയെ താഴെ ചിലവിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് വൈറ്റ് സിമെൻറ്റിൻ്റെയും ഈ പെയിൻറ്റിൻ്റെയും കാശ് മാത്രം നമുക്ക് ചിലവാകുന്നുള്ളതിനകത്ത്. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ചെമ്പിൻ്റെ ഒരു ഉരുളിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കാശ് കൊടുത്ത് ചെമ്പിൻ്റെ ഒറിജിനൽ ഉരുളി വാങ്ങണമെങ്കിൽ എത്രത്തോളം കാശ് നമുക്ക് ചിലവാകും. അപ്പോൾ ഇത് വെറും 100 രൂപയിൽ താഴെ നമുക്കൊരു അടിപൊളി സാധനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി കൊണ്ട് ബോൺസായി മരമാക്കുന്ന ഐഡിയ കൂടിയാണ്. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധാ ചെടിയാണിത്. അതിൻ്റെ ചുവടിലുള്ള പോട്ട് നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട് ഭാഗം മാത്രം മതി. ശേഷം ഇതുപോലൊരു കുപ്പി കട്ട് ചെയ്തെടുക്കുക മുകൾ ഭാഗം. പിന്നീട് നമുക്കതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഒന്ന് ഹോൾ ഇടുക. അതായത് ആ ചെടിയുടെ ചുവട് ഭാഗം കയറ്റി വെക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലൊരു ഹോൾ ഇട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. പ്ലാസ്റ്റിക് പേപ്പർ ഇതുപോലെ മുകളിലിട്ട് അതിലും ഒരു ഹോളിട്ടതിന് ശേഷം അത് നേരത്തെ കാണിച്ചതുപോലെ ആ ചെടിയുടെ ചുവട് ഭാഗം ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് കണ്ട് ഇതുപോലെ ചെടിയുടെ ചുവട് ഭാഗം നമ്മൾ പോട്ട് ഒഴിവാക്കിയതാണ്. ചെറിയൊരു പോട്ടായിരുന്നത്. പിന്നീട് നമുക്കിതുപോലെ നേരത്തെ കുഴച്ചെടുത്താണ് കുറച്ച് വൈറ്റ് സിമെൻറ്റ് കൂടി കുഴച്ചെടുക്കുക. ഇതിൻ്റെ വേര് ചെയ്തെടുക്കുന്നതിനുണ്ട്. അത് ബോൺസായി മരമായിട്ട് തോന്നുന്ന രീതിയിൽ ഒരു വേര് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കുറച്ച് റോപ്പ് കൂടി കട്ട് ചെയ്ത്, പഴയ റോപ്പാണ് വീട്ടിൽ കിടന്നത്. അത് കുറച്ച് ഒരു 5 ഇഞ്ച് ആകൃതി 7 ഇഞ്ച് ആകൃതിയിലൊക്കെ പല അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആ കുഴച്ചെടുത്ത വൈറ്റ് സിമെൻറ്റ് നമുക്കിതിൽ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു 6-7 പീസ് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ചെടിയുടെ ചുവട് ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നീളം കൂടുതലാണെങ്കിൽ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചുവട് ഭാഗത്ത് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് സിമെൻറ്റ് ചെയ്ത് നല്ലപോലെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നീളം കൂടുതലാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത്, നീളം കൂടി പോയതുകൊണ്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ 4 ചുറ്റും നമ്മൾ 6 പീസുകളാണ് വെച്ചത്. പിന്നെ ശിഖരങ്ങളായിട്ട് കുറച്ച് ചെറിയ പീസുകൾ കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് ഇതുപോലെ തടി രൂപത്തിലാക്കി എടുത്ത് എല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കുക. ശേഷം നമുക്ക് ശിഖര ഭാഗങ്ങൾ കൂടി ചേർത്ത് ബ്രഷ് കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ വേരിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ബോൺസായി മരമായി കിട്ടിയിരിക്കുന്നത്. വെറും ഒരു പ്ലാസ്റ്റിക് ചെടി ഒരു ബോൺസായി മരമാക്കി എടുത്തു. ബോൺസായി മരമൊക്കെ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയുമോ? 2000-5000 രൂപയ്ക്ക് വിലയാണ് ഒരു ബോൺസായി മരത്തിന് ഒറിജിനലുള്ളത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് നമുക്ക് ഒറിജിനൽ ലുക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൽ ചെയ്തു വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് ഭാഗം അകത്തേക്ക് തന്നെ കയറ്റുക. അതായത് അടപ്പ് അതിനകത്ത് വെച്ചുകൊണ്ട് കുപ്പി മാത്രമാണ് ഉരിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതായത് ഒരു ഗ്രീൻ കളറും ഒരു ബ്ലാക്ക് കളറും കൂടിയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതിനകത്ത്. ശേഷം ലാസ്റ്റ് ഒരു യെല്ലോ കളർ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേറിൻ്റെ ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ബോൺസായി മരവും നമുക്കിവിടെ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബോൺസായി മരം നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ഉരുളിക്കകത്ത് കല്ലുകളൊക്കെ, പിന്നെ അലങ്കാര കല്ലുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെച്ചാൽ നല്ല സൂപ്പർ, നല്ല കാഴ്ചയ്ക്ക് നല്ല ലുക്കായിരിക്കും. വീട്ടിൻ്റെ പിന്നെ നമ്മളെ ലിവിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. കാഴ്ചയ്ക്ക് ഒറിജിനലായിട്ടാണ് തോന്നുന്നത്.
ഒരു ഒറിജിനൽ ഉരുളി ഒറിജിനൽ ബോൺസായി മരമായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.